കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയും അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. കൃഷി, കുടിവെള്ളം, റോഡ് നിർമ്മാണം, പാർപ്പിടം തുടങ്ങിയ നിർണായക മേഖലകളിലെ വികസനത്തിനായിട്ട് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികളിലൂടെയാണ് ഈ ഫണ്ടുകളൊക്കെ തന്നെ വിനിയോഗിക്കുന്നത്. അതിനാൽ തന്നെ തങ്ങളുടെ പ്രദേശത്തെ വികസന പ്രക്രിയകളിലൊക്കെ തന്നെ പങ്കാളികളാകാൻ ഓരോ പൗരനും ഗ്രാമസഭകളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ആവശ്യങ്ങളും ഗുണഭോക്തൃ പട്ടികയും കൃത്യമായിട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ലൈഫ് മിഷൻ പദ്ധതി സംസ്ഥാനത്ത് സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിലവിൽ താമസയോഗ്യമല്ലാത്തതോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ കുറവ് മൂലം മുൻപ് പണി ആരംഭിച്ച് പൂർത്തിയാക്കാനായിട്ട് കഴിയാതെ പോയതോ ആയിട്ടുള്ള വീടുകളുടെ പുനരുദ്ധാരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായിട്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പ്രത്യേക ഫണ്ട് വകയിരുത്തി ധനസഹായം നൽകി വരുന്നുണ്ട്. എന്നാൽ ലഭ്യമായിട്ടുള്ള അപേക്ഷകളിൽ നിന്ന് തികച്ചും അർഹരായവരെ കണ്ടെത്താനായിട്ട് കൃത്യമായ മുൻഗണനാ മാനദണ്ഡങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പിന്തുടരുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡുകൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ മാത്രമുള്ള വീടുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്കാണ് ഈ ഭവന പുനരുദ്ധാരണ പദ്ധതികളിൽ പ്രഥമ പരിഗണന ലഭിക്കുന്നത്. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും വാർഷിക പ്ലാൻ ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ചാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നതും പദ്ധതികൾ നടപ്പിലാക്കുന്നതും എന്നതിനാൽ തന്നെ കേരളത്തിലുടനീളം ഒരേ സമയത്തായിരിക്കില്ല ഒരുപക്ഷെ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാർഡിൽ നിലവിൽ ഇത്തരം അപേക്ഷകളൊക്കെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ബന്ധപ്പെട്ട വാർഡ് മെമ്പർ വഴിയോ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഓഫീസുകൾ വഴിയോ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അപേക്ഷാ ഫോം കൈപ്പറ്റി പൂരിപ്പിക്കാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം തന്നെ അപേക്ഷകൻ്റെ തിരിച്ചറിയൽ രേഖ, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് അത് ആവശ്യമെങ്കിൽ, അതുപോലെ നിലവിലെ ഭൂമിയുടെ നികുതി രസീത് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയ്ക്കൊപ്പം വീടിൻ്റെ നിലവിലെ ശോചനീയാവസ്ഥ വ്യക്തമാക്കുന്ന പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും നിർബന്ധമായിട്ട് നിങ്ങൾ ഉള്ളടക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ച ഉടൻ തന്നെ ഫണ്ട് അനുവദിക്കില്ലെന്നും മറിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തി വീടിൻ്റെ അവസ്ഥയും കുടുംബത്തിൻ്റെ അർഹതയും കൃത്യമായി വിലയിരുത്തി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും അന്തിമ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുകയെന്നും അപേക്ഷകർ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമസഭകൾ പൂർത്തിയാക്കി ഇത്തരം വിവിധ ആനുകൂല്യങ്ങൾക്കായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞതിനാൽ തന്നെ ഈ സുവർണ അവസരം നഷ്ടപ്പെടുത്താതെ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ വാർഡ് പ്രതിനിധിയോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിനെയോ എത്രയും വേഗം തന്നെ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.